ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ വീഡിയോ ആണ്. ഹെയർ കെയർ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ ഹെയർ വളർത്തിയെടുത്തത് എന്നുള്ള വീഡിയോ ആണ്. ഞാൻ കോളേജ് ടൈമിലൊക്കെ പഠിക്കുന്ന ടൈമിൽ വേണ്ടി ഞാൻ തമിഴ്നാടാണ് പഠിച്ചത്. അപ്പോൾ പഠിച്ച ടൈമിൽ വന്നിട്ട് അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ ഭയങ്കര മോശവും കാര്യങ്ങളൊക്കെ ആയി പോയതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ഹെയർ വന്നിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിഷമമായത്. പിന്നീട് എനിക്ക് വന്നിട്ട് ഹെയർ വളരുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഹെയറിലെ വളരുമല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഹെയർ വളരുന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ഓർക്കും ഇപ്പോഴും ഹെയർ ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഇപ്പം ഞാനൊരു 1-2 മാസം മുന്നേ വന്നിട്ട് ഞാൻ ഹെയർ കട്ട് ചെയ്തതാണ്. ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്തതാണ്. ഹെയർ അല്ലേ വളരുമല്ലോ, ഞാൻ നേരത്തെ ചിന്തിച്ച പോലെ തന്നെ ഹെയർ അല്ലേ വളരുമല്ലോ എന്നോർത്ത് ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ഹെയർ വന്നിട്ട് ഞാനിവിടെ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് എത്രത്തോളം ഹെയർ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹെയർ കട്ട് ചെയ്തു. ഹെയർ കട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്രോപ്പ് വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രോപ്പ് അടിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയുമല്ലോ എനിക്ക് ഹെയർ വളരുന്നേ ഉണ്ടായിരുന്നു, ഒട്ടും തന്നെ ലെങ്ത് വെക്കുന്നില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഫുൾ തമിഴ്നാടായിരുന്നത് കൊണ്ട് തന്നെ അവിടുത്തെ വെള്ളവും കാര്യങ്ങളും ഭയങ്കര മോശമായിരുന്നു. ഹാർഡ് വാട്ടർ ആയിരുന്നു. അപ്പം ഉപ്പ് വെള്ളം പോലത്തെ ഒരു ടൈപ്പ് വെള്ളമായിരുന്നു. ഭയങ്കര വെള്ളം മോശമായിരുന്നു. എല്ലാവർക്കും വന്നിട്ട് മുടി കൊഴിച്ചിലും കാര്യങ്ങളും ആയിട്ട് എൻ്റെ ഹെയർ ഭയങ്കരമായിട്ട് ഡാമേജായി. അങ്ങനെ ഹെയർ ഫുൾ കൊഴിച്ചിലായി. ഫുൾ ഹെയർ വന്നിട്ട്, അതായത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നിറച്ച് കയ്യിൽ ഹെയർ ആയിരിക്കും. ഫുൾ ഹെയർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഡാമേജ് ആയിട്ട് മുടി കൊഴിയാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഹെയർ ഫുൾ പോവുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ടൈമിലാണ് ലോക്ക്ഡൗൺ വന്നത്. അങ്ങനെ ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളായി വീട്ടിൽ തന്നെ വന്നു. നമുക്ക് ഒത്തിരി ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ ചെയ്ത് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല രീതിക്ക് എൻ്റെ മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഒക്കെ മാറി. മുടി നല്ല ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങി, നല്ല രീതിക്ക് വളരാൻ തുടങ്ങി. അതിനെ ഹെൽപ്പ് ചെയ്ത് കുറച്ച് കാര്യങ്ങളാണ്. കുറച്ച് പാക്ക് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായത്. അതിൽ 2-3 കാര്യങ്ങൾ ഞാൻ ഇപ്പം നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ബാക്കി വന്നിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീഡിയോ വന്നിട്ട് ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തതാ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇതാണ്. അപ്പം നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അതായത് എൻ്റെ ഹെയർ ഗ്രോത്ത് ജേണിയിൽ വന്നിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. ഒരു മെയിൻ സാധനമായിരുന്നു നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അതെന്താണെന്ന് പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേഗം തന്നെ പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് വന്നിട്ട് നിങ്ങൾക്കരികിലേക്ക് പെട്ടെന്ന് തന്നെ എത്തത്തുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലൊക്കെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴത്തെ കമൻറ്റ് സെക്ഷനിലായിട്ട് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് വന്നിട്ട് നമ്മുടെ കോക്കനട്ട് ഓയിൽ എടുക്കുക. കോക്കനട്ട് ഓയിൽ എടുത്തതിന് ശേഷം ഇല്ല നിങ്ങൾ യൂസ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഓയിലാണെങ്കിൽ അതെടുക്കുക. ഞാൻ കോക്കനട്ട് ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സാധാ വെളിച്ചെണ്ണ, നോർമൽ വെളിച്ചെണ്ണ, അത് വീട്ടിലാട്ടിയതാണെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം നമ്മുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഒരു ക്യാപ്സ്യൂള്, അതായത് ഈ ഒരു ക്യാപ്സ്യൂൾ വന്നിട്ട് പൊട്ടിച്ചൊഴിക്കുക. ഓക്കെ, പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഡബിൾ ബോയിൽ ചെയ്യുക. അപ്പോൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട് എടുക്കുന്ന പാത്രം വന്നിട്ട് ഒരു സ്റ്റീൽ പാത്രമായിരിക്കും. ഒരു ബൗൾ പോലത്തെ സ്റ്റീൽ പാത്രം എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, പറഞ്ഞുതരാം. ചെറിയൊരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്തിരിക്കുന്ന എണ്ണയായിട്ടുള്ള പാത്രം ഇറങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള പാത്രം എടുക്കുക. എന്നിട്ട് ഈ വലിയ പാത്രത്തിൽ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം എടുക്കുക. ആ വെള്ളം ഒന്ന് നമ്മുടെ ഇതിൽ വെച്ചിട്ട് തിളപ്പിക്കുക. അതായത് ഇൻഡക്ഷൻ കുക്കറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസോ ഏതിലാണെന്ന് വെച്ചാൽ നിങ്ങൾ വെച്ച് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പാത്രം വന്ന് ഇറക്കി വയ്ക്കുക. അപ്പോൾ അത് ചൂടായിട്ട് എണ്ണ അത്യാവശ്യം നല്ല രീതിക്ക് ചൂടായതിന് ശേഷം നിങ്ങളതെടുത്ത് മാറ്റിയിട്ട് ചെറു ചൂടോടുകൂടി, അതായത് ഇവിടെ നല്ല ചൂടുണ്ട് കേട്ടോ ഈ ടൈമിൽ. അപ്പം ഞാൻ റൂമിൽ കൂടി നിൽക്കുന്നതുകൊണ്ട് നല്ല ചൂടുള്ളതുകൊണ്ട് നന്നായിട്ട് വിയർക്കുന്നുണ്ട്. നല്ല രീതിക്ക് ചൂടെടുക്കുന്നു എനിക്ക്. ഓക്കെ, അപ്പം എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്?
ഇത് മിക്സ് ചെയ്ത് വെച്ച ഇത് വന്നിട്ട് ചെറു ചൂടോട് കൂടിയിട്ട് നമ്മൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കുളിക്കുന്നതിന് മുന്നേ വന്നിട്ട്. ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ ചെയ്താൽ മതി. ഞാൻ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് ചെയ്തത്. അതായത് ഇനിയിപ്പോൾ തിങ്കളാഴ്ചയാണ് ചെയ്യുന്നതെങ്കിൽ ചൊവ്വാഴ്ച ചെയ്യേണ്ട. ചൊവ്വാഴ്ച ഞാൻ ഹെയറും വാഷ് ചെയ്യാറില്ല. ഇപ്പോൾ തിങ്കളാഴ്ച ഹെയർ വാഷ് ചെയ്താൽ ചൊവ്വാഴ്ച ഞാൻ ഹെയർ വാഷ് ചെയ്യാറില്ല. ഡെയിലി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനും ഹെയറിനും ഒക്കെ നല്ലത്. ഹെൽത്തി ആയിട്ട് ഹെയർ ഇരിക്കാൻ നല്ലത് അത് തന്നെയാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യേണ്ട. അപ്പം ഇത് എടുത്തിട്ട് തിങ്കളാഴ്ചയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തിങ്കൾ യൂസ് ചെയ്യേണ്ട. പിന്നെ തിങ്കളാഴ്ചയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ചൊവ്വ യൂസ് ചെയ്യേണ്ട. പിന്നെ ബുധനാഴ്ച, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച, പിന്നെ സൺഡേ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിക്ക് ഓരോ ഇഴ ഇങ്ങനെ മാറ്റി മാറ്റി ഒരു കോംബോ എന്തെങ്കിലും കൊണ്ട് മാറ്റി മാറ്റി അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്ത് തരാനായിട്ട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ നല്ല രീതിക്ക് ഹെയറിൽ ഒരു 10 മിനിറ്റ് നല്ല രീതിക്ക് ഹെയർ മസാജ് ചെയ്യുക. നല്ല രീതിക്ക് സ്കാൽപ്പ് വന്നിട്ട് ഇങ്ങനെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ഹാഫ് ആൻ അവർ നിങ്ങളിത് ഹെയറിൽ വെച്ചേക്കുക. അതിന് ശേഷം നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാമ്പൂ എന്താണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന താളി അങ്ങനെ എന്താണെന്നുണ്ടെങ്കിൽ അത്, ഞാൻ ഷാമ്പൂ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഷാമ്പൂ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പം ഇത് നമ്മുടെ ഹെയറിന് ഭയങ്കര നല്ലതാണ്. അതായത് നല്ല രീതിക്ക് ഹെയർ ഗ്രോത്ത് വരാനായിട്ട് നമ്മളെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. എൻ്റെ ഹെയർ ഒട്ടും തന്നെ വളരുന്നുണ്ടായിരുന്നില്ല, അതുപോലെ ഉള്ളുണ്ടായിരുന്നില്ല. ഉള്ളൊക്കെ എൻ്റെ ഹെയറിന് ഉണ്ടായിരുന്നതാണ്, പക്ഷെ അത് ഫുൾ പോയിട്ട് ഡാമേജ് ആയി പോയതിന് ശേഷം വന്നിട്ട് ഒട്ടും തന്നെ എൻ്റെ ഹെയർ വന്നിട്ട് നല്ല രീതിക്ക് ഉണ്ടായിരുന്നില്ല, വളരുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇത് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര എഫക്റ്റീവായി തോന്നി. ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ ഹെയർ ഫോൾ നന്നായിട്ട് നല്ല രീതിക്ക് കുറഞ്ഞു. പിന്നെ വന്നിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹെയർ വന്നിട്ട് ലെങ്ത് വെക്കാൻ തുടങ്ങി. പുതിയ പുതിയ ബേബി ഹെയർസ് വരാൻ തുടങ്ങി. അപ്പം നല്ലൊരു സംഭവമാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഹെയർ വളരണം എന്നുള്ളവരെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നിങ്ങളുടെ ഹെയറിൽ വന്നിട്ട് താരൻ അതുപോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ട്രീറ്റ് ചെയ്യണം കേട്ടോ. കാര്യം ഇത് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഹെയറിൽ താരനുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഹെയർ വന്നിട്ട് വളരത്തില്ല. കാര്യം താരൻ കൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് ഹെയർ ഫോൾസും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ താരൻ എങ്ങനെ മാറ്റാം എന്നുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിൽ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വന്നിട്ട് ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ താരൻ്റെ. ഓക്കെ, അപ്പോൾ വേണമെന്നുള്ളവർ അത് പോയി കണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. താരനുള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ അതും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാം. ഓക്കെ, അതൊരു ഷാമ്പൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ എന്താണെന്ന് ഇതിൽ പറയുന്നില്ല, വീഡിയോ ലെങ്ത് ആയിപ്പോവും. കാണണം എന്നുള്ളവർ താഴെ കൊടുത്തിട്ടുണ്ട്, പോയി കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ചാനലിലുണ്ടല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഇത് എന്ന് വെച്ചാൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഞ്ഞവെള്ളം ഉണ്ടല്ലോ, കഞ്ഞവെള്ളം തലേ ദിവസത്തെ കഞ്ഞവെള്ളം ഒരു പാത്രത്തിലാക്കി സേഫായിട്ട് വെക്കുക. തലയിൽ ഒഴിക്കുക. ഇത് ഉള്ളിലേക്ക് കഴിക്കാനല്ലല്ലോ എന്നോർത്ത് നിങ്ങൾ സേഫായിട്ട് എടുത്ത് വെക്കാതെ ചുമ്മാ എവിടെയെങ്കിലും ഇട്ടിട്ട് പോകരുത്. സേഫായിട്ട് ഒരു ഗ്ലാസ്, ഒരു വലിയൊരു ഗ്ലാസ് കഞ്ഞവെള്ളം എടുത്ത് വെച്ചാൽ മതി. തലേ ദിവസത്തെ കഞ്ഞവെള്ളം എടുത്ത് വെക്കുക. അത് പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായിട്ടൊന്ന് പുളിച്ച് ഇതായിട്ട് വന്നിട്ടുണ്ടാകും. അത് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഹെയറിന് വന്നിട്ട്. അത് നിങ്ങൾ ഹെയർ കഴുകുന്നതിന് മുന്നേ, അതായത് ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ തന്നെ ഒരു ഹാഫ് ആൻ അവർ മുന്നേ, ഇപ്പം ഈ ഓയിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കട്ടെ. ഇപ്പം ഇതും രണ്ടും കൂടി യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ തിങ്കളാഴ്ച യൂസ് ചെയ്തു, എന്നിട്ട് നിങ്ങൾ ചൊവ്വാഴ്ച വന്നിട്ട് ഹെയർ വാഷ് ചെയ്യേണ്ട. ബുധനാഴ്ച വന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, വീണ്ടും ഇത് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് ചെറിയ രീതിക്ക് അപ്ലൈ ചെയ്താൽ മതി. ചെറിയ രീതിക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ കഞ്ഞവെള്ളം ഉണ്ടല്ലോ, ഈ കഞ്ഞവെള്ളം വന്നിട്ട് നല്ല രീതിക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ തലേ ദിവസം എടുത്ത് വെച്ചിരുന്ന കഞ്ഞവെള്ളം പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ പുളിച്ചിട്ടുണ്ടാകും. ആ കഞ്ഞവെള്ളം വന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആ കഞ്ഞവെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ തലയിൽ തന്നെ വെച്ച് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നല്ല രീതിക്ക് ഹെയറിലേക്ക് അത് ഇറങ്ങി, സ്കാൽപ്പിലേക്കൊക്കെ ഇറങ്ങി ഒന്ന് ഡ്രൈ ആയി തുടങ്ങും. അതിനുശേഷം വന്നിട്ട് നിങ്ങൾ ഷാമ്പു യൂസ് ചെയ്തോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഓക്കെ, അപ്പം അങ്ങനെ അത് യൂസ് ചെയ്യുന്ന കഞ്ഞവെള്ളത്തിൻ്റെ പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ചെയ്താൽ മതി. എന്നിട്ട് വെള്ളിയാഴ്ച വന്നിട്ട് ഇത് നല്ല രീതിക്ക് വീണ്ടും യൂസ് ചെയ്യുക. അതിനുശേഷം സൺഡേ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതും അതും കൂടി മിക്സ് ചെയ്തിട്ടുള്ള രീതിക്ക് യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പറ്റുന്ന രീതിക്ക് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ കറക്റ്റ് മെത്തേഡിൽ തന്നെ ചെയ്യണമെന്നില്ല. ഇപ്പം ഇത് ഡെയിലി ആണെങ്കിൽ പോലും ഡെയിലി യൂസ് ചെയ്യാം. ഇതൊരു ഡെയിലി യൂസ് ചെയ്തു. നമ്മളിപ്പം ട്യൂസ്ഡേ വന്നിട്ട് ഹെയർ വാഷ് ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഹെയർ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്യാം. ആ ടൈമിൽ വന്നിട്ട് നിങ്ങൾ കഞ്ഞവെള്ളം വെച്ചിട്ട് വാഷ് ചെയ്തോ, അങ്ങനെ ആ കഞ്ഞവെള്ളം യൂസ് ചെയ്യുക. ആ ഒരു ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വന്നിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യാത്ത ഡെയിലി വന്നിട്ട് നിങ്ങൾ കഞ്ഞവെള്ളം യൂസ് ചെയ്തിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഈ രണ്ട് സംഭവങ്ങൾ വന്നിട്ട്
ഭയങ്കര എഫക്റ്റീവാണ്. നിങ്ങളുടെ ഹെയർ ഗ്രോത്തിനും കാര്യങ്ങൾക്കും നല്ല എഫക്റ്റീവാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കി എന്തായാലും റിസൾട്ട് കിട്ടും. എൻ്റെ ഹെയർ ഗ്രോത്ത് ആയിട്ടുണ്ടായിരുന്നത്, എൻ്റെ മുടി വളർന്നിട്ടുള്ള ഫോട്ടോസ് വന്നിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോയുടെ ആദ്യമോ അല്ലെങ്കിൽ ഈ അവസാനമോ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പം മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.